إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തത്തിനാണ് നമ്മൾ ഓരോരുത്തരും സാക്ഷിയായത്. പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചത് എന്നും ഈ ലോകം മുഴുവനും പരിപാലിക്കുന്നതെന്നുമെല്ലാമുള്ള സത്യം നമുക്ക് ഓരോരുത്തർക്കും വളരെ കൃത്യവും വ്യക്തവുമായി അറിയുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അടിക്കടി ഒരുപാട് തവണ പല കാര്യങ്ങളെയും സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. എന്നിങ്ങനെ ഒരുപാട് സത്യങ്ങൾ. ആ സത്യത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞ രണ്ട് വിഷയമുണ്ട്. വശംസി വദുഹാഹ, സൂര്യൻ തന്നെയാണ് സത്യം, അതിൻ്റെ പ്രഭ തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹ, അതിനെ തുടർന്നു വരുന്ന ചന്ദ്രൻ തന്നെയാണ് സത്യം. നമ്മൾ ഇടയ്ക്കെങ്കിലും പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി, എത്ര പെട്ടെന്ന് കടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ പിന്നിൽ ഒരു പ്രതിഭാസമുണ്ട്. സൂര്യനും ചന്ദ്രനും മാറി മറിയുമ്പോഴാണ് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും മാറി മറിയുന്നത് എന്ന ഒരു ചിന്ത. ആ ചിന്തയിലൂടെ പ്രപഞ്ചനാഥനെ കണ്ടെത്താൻ, നമ്മെയും ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ആ റബ്ബിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലൽ ലൈലു സാബിഖുൻ നഹാർ. രാത്രി പകലിനെ മറികടന്ന് പകലിനെ ഭേദിക്കുന്ന ഒരവസ്ഥ രാത്രിക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. എത്ര കൃത്യമായി നമ്മൾ ജനിച്ചത് മുതൽ ഈ ഒരു കാലം വരെയും രാത്രിയും പകലും യാതൊരു വ്യത്യാസവുമില്ലാതെ, ആ ഒരു പ്രക്രിയക്ക് യാതൊരു തകർച്ചയും സംഭവിക്കാതെ വളരെ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ, അവനാണ് നിങ്ങൾക്ക് രാത്രിയെ വസ്ത്രമാക്കി തന്നവൻ. വന്നൗമ സുബാതൻ, ഉറക്കിനെ നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നവൻ. വജഅലൻ നഹാറ നുശൂറ, പകലിനെ നിങ്ങൾക്കുള്ള റിസ്കിന്റെ ആവശ്യത്തിനായി ഒരുക്കി തന്നവൻ ആ റബ്ബാണ് എന്നാണ്. അതുകൊണ്ട് ആദ്യമായി മനസ്സിലാക്കേണ്ടത് സൂര്യനും ചന്ദ്രനും
അള്ളാഹുവിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ആ സൂര്യനും ചന്ദ്രനും ചലിക്കുന്നതും സഞ്ചരിക്കുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ്. ചില ആളുകളെങ്കിലും പറയുന്നത് ഒക്കെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ്, പ്രകൃതിയാണ് ഗ്രഹണങ്ങൾ ഉണ്ടാക്കുന്നത്, പ്രകൃതിയാണ് ഈ പറഞ്ഞതെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് ചില ആളുകൾ പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തൻ്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ ചില ആളുകൾ പറയാൻ തുടങ്ങി, ഈ ഗ്രഹണം, സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് നബിയുടെ മകൻ മരണപ്പെട്ടതിൻ്റെ പേരിലാണ്, ഈ പേരിലാണ് ഗ്രഹണം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി കൊണ്ട് അതിനെതിരെ സംസാരിക്കുകയാണ്. ആ അന്ധവിശ്വാസത്തെ നബി തച്ചുടക്കുകയാണ്. നബി പറയുന്നത്, ഇന്ന ശംസ വൽ ഖമറ ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. ഒരാളുടെ മരണത്തിനും ഒരാളുടെ ജീവിതത്തിനും സൂര്യഗ്രഹണം ഉണ്ടാവുകയോ ചന്ദ്രഗ്രഹണം ഉണ്ടാവുകയോ ഒരിക്കലും ചെയ്യുകയില്ല. വലാകിന്നഹുമ ആയതാനി മിൻ ആയാതില്ലാ. പക്ഷെ ഈ രണ്ടും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്ത പ്രകാരമാണ് ഇതിന് മാറ്റങ്ങളും വ്യത്യാസങ്ങളും വരുന്നത്. എന്താണ് ആ ദൃഷ്ടാന്തം? യുഖവ്വിഫുല്ലാഹു ബിഹിമാ ഇബാദ. അള്ളാഹുവിൻ്റെ അടിമകളെ ഭയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു വെച്ച ഒരു പ്രക്രിയയാണ് ഗ്രഹണം എന്നത്. ഫഇദാ റഅയ്തും ദാലിക, നിങ്ങൾ ആ ഗ്രഹണം കാണാനിടയായാൽ ഫസല്ലു, നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക, വദ്ഉ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക, ഹത്താ യൻകശിഫ മാ ബികും, എന്തൊന്നാണോ നിങ്ങളെ ബാധിച്ചത് അത് വെളിവാകുന്നത് വരെ നിങ്ങൾ നമസ്കരിച്ചു കൊണ്ടേയിരിക്കുക എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സൂര്യഗ്രഹണം ഉണ്ടായ സന്ദർഭത്തിൽ ഫസിഅൻ യഖ്ശ അൻ തകൂന സാഅ, നബി ഓടിക്കൊണ്ട് ഇത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണല്ലോ എന്നോർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പേടിച്ചുകൊണ്ട് ഫഅതൽ മസ്ജിദ്, പള്ളിയിലേക്ക് പുറപ്പെട്ടു എന്നാണ്. ഫസല്ല, അവിടെ വെച്ച് നിസ്കരിച്ചു. ബി അത്വലി ഖിയാമിൻ വറുകൂഇൻ വസുജൂദിൻ റഅയ്തുഹു ഖത്തു യഫ്അലുഹു. നബി ഒരിക്കലും ചെയ്യാത്ത രൂപത്തിൽ, ഒരിക്കലും പ്രവർത്തിക്കാത്ത രൂപത്തിലുള്ള ദീർഘമായ സുജൂദുകളും റുകൂഉകളും നിൽക്കലുകളുമായിരുന്നു ആ സുജൂദുകളിലും റക്അത്തുകളിലും ആ നിസ്കാരത്തിൽ മുഴുവനും ഞാൻ കണ്ടിരുന്നത് എന്നാണ്. ഇതാണ് ഗ്രഹണത്തിൻ്റെ സത്യാവസ്ഥ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചതാണ്. ആ വ്യവസ്ഥകളെ മറികടന്നുകൊണ്ട്, അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് അള്ളാഹുവിന് പല കാര്യങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും എന്ന ഒരു സത്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കാര്യം നടപ്പിലാക്കുവാൻ ഒരു കാരണത്തിൻ്റെയും ആവശ്യമില്ല എന്ന തീർച്ചയാണ് നമുക്കുണ്ടാകേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ ആ തീ പോലും ഇബ്രാഹിം നബിക്ക് തണുപ്പായി മാറ്റിയ ആ റബ്ബിൻ്റെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധം ഭയപ്പെടുന്ന, അവനെ യഥാവിധം സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഗ്രഹണവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്ന 7ഓളം കാര്യങ്ങളുണ്ട്. ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും എല്ലാം വെളിച്ചത്തിൽ 7 രഹസ്യങ്ങൾ ഗ്രഹണം സംഭവിക്കുമ്പോൾ നടക്കുന്നുണ്ട് എന്നതാണ്. ഒന്നാമത്തേത്, രണ്ടിൻ്റെയും സൃഷ്ടാവ്, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ്റെ നിയമപ്രകാരമാണ് ഈ സൂര്യനും ചന്ദ്രനും ചലിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇത്രയും വലിയ സൂര്യൻ, രണ്ടാമത്തേതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും വലിയ വലിപ്പം പോകുന്ന സൂര്യനും ചന്ദ്രനും മാറ്റം സംഭവിക്കുമെങ്കിൽ മനുഷ്യനും എന്ത് മാറ്റവും എപ്പോഴും ഏത് നിമിഷത്തിലും മാറ്റം സംഭവിക്കാം എന്ന ഉറച്ച ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. മൂന്നാമത്തേത്, ദൈവികമായ അധ്യാപനങ്ങൾക്കെതിരെ അള്ളാഹു വെച്ച ക്രമങ്ങളുണ്ട്, അള്ളാഹു വെച്ച കൽപ്പനകളുണ്ട്, അള്ളാഹു വെച്ച നിരോധനങ്ങളുണ്ട്. അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ ചില ആളുകൾ ലംഘിക്കുന്ന ആളുകളുണ്ട്, കളിയാക്കുന്ന ആളുകളുണ്ട്. അവർക്കുള്ള വലിയ താക്കീതാണ്
ഈ പറയുന്ന ഗ്രഹണമെന്നത് അവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഗ്രഹണം എന്ന് പറയുന്നത്. നാലാമത്തേത് ലോകാവസാനത്തിൽ നടക്കുന്ന ഒരു ലക്ഷണമായിക്കൊണ്ടാണ് ഗ്രഹണത്തെ പഠിപ്പിക്കുന്നത്. അതിന് മുന്നോടിയായി ജനങ്ങൾ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചില ഗ്രഹണങ്ങൾ സംവിധാനിക്കുന്നത് എന്നാണ്. അഞ്ചാമതായി സൂര്യചന്ദ്രൻ കൃത്യമായി അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനൊന്നും പൂർണ്ണതയില്ല. അതിനൊന്നും ചില സമയത്ത് അതിൻ്റെ വെളിച്ചം അതിന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ നിയമപ്രകാരമാണ് എല്ലാ വെളിച്ചവും അത് പുറത്തു കൊണ്ടുവരുന്നത്. എല്ലാത്തിനും ന്യൂനതയുണ്ട്, അള്ളാഹുവിന് മാത്രമാണ് ന്യൂനതയില്ലാത്തത് എന്നാണ് അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആറാമതായി വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്, ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത അള്ളാഹുവിൻ്റെ അടിമകളാണ് സൂര്യനും ചന്ദ്രനും എന്നത്. ആ സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പിടുത്തം പിടിക്കുന്നുണ്ട് എങ്കിൽ അടിമകളെ, അള്ളാഹുവിൻ്റെ അടിമകളെ തിരിച്ചറിയണം. എന്തെങ്കിലും ഒരു തിന്മ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പിടുത്തം അത് അത്ര വിദൂരമല്ല എന്ന ഒരു സൂക്ഷ്മത നമുക്കുണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ പാപത്തിൻ്റെ ഫലമാണ്, നമ്മുടെ പാപത്തിൻ്റെ ഭാരമാണ് എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകണം. ചിലപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തത്തോട് നമ്മൾ ആത്മഗതം ചെയ്യാറുള്ളത്, ഞാൻ ചെയ്ത തിന്മ എന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ലേ എന്നാണ് ചില ആളുകൾ വിചാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ഉമ്മത്ത് ഇത്രയും അധപ്പതിച്ചു പോകുന്നുണ്ട് എങ്കിൽ, മുസ്ലിം ഉമ്മത്തിനെ എല്ലാ മതക്കാരും, എല്ലാ ആശയങ്ങളും, എല്ലാ ആദർശങ്ങളും, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും മുസ്ലിം ഉമ്മത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ, മുസ്ലിം ഉമ്മത്തിനെ കടിച്ചു കീറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണ് കാരണം എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തിന്മകളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മളിൽ ഒരാൾ ചെയ്യുന്ന തിന്മ അത് ഉമ്മത്തിനെ ബാധിക്കും, മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുമെന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകണം. വമാ അസാബകും മിൻ മുസീബ, നിങ്ങൾക്ക് യാതൊരു മുസീബത്തും ബാധിച്ചിട്ടില്ല, ഫബിമാ കസബത് ഐദീകും, നിങ്ങൾ എന്താണോ ചെയ്തു വെച്ചത് അതിൻ്റെ ഫലമായി കൊണ്ടല്ലാതെ എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. അതുകൊണ്ട് തെറ്റ് ചെയ്യാത്ത ഈ സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു പിടിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മെയും ഒരു പിടുത്തം അള്ളാഹു പിടിക്കും. അതുകൊണ്ട് ഭയപ്പാടോടുകൂടി അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക, തൗബ ചെയ്യുക. വതൂബു ഇലല്ലാഹി ജമീഅ, പൂർണ്ണമായ തൗബ, അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ആറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏഴാമതായിട്ടുള്ള പാഠം, സാധാരണ നിർബന്ധ നിസ്കാരങ്ങൾ പോലും, നിർബന്ധമായ ഫർള് നിസ്കാരങ്ങൾ പോലും ഒഴിവാക്കിക്കൊണ്ട് വളരെ ലാഘവത്തോട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് അവർക്കുള്ള വലിയ താക്കീതാണ് ഈ ഗ്രഹണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ തിരിച്ചറിയേണ്ടത് എല്ലാ പ്രക്രിയകളെയും ഭേദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുടനെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ആ റബ്ബിലേക്ക് നമ്മൾ പൂർണ്ണമായി മടങ്ങേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാല് തിന്മകൾ പല ആവർത്തി പല സന്ദർഭത്തിൽ തൻ്റെ ഉമ്മത്തിനെ ആ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ അതിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കണം എന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അലാ, അറിയണേ, ഇന്നമാ ഹുന്ന അർബഉൻ, 4 കാര്യങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ. ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തേത് അല്ലാ തുശ്രികൂ ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല, ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. ഇന്ന് മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലാഹു അല്ലാത്തവരിലേക്ക്, അടിമകളിലേക്ക് ആളുകൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഉടമയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അടിമകളിലേക്ക്, ഒരടിമയിൽ നിന്ന് മറ്റൊരടിമയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ ഖദർ മനസ്സിലാക്കണം. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. വമാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ എന്തേ അള്ളാഹുവിന് നൽകേണ്ട ഗാംഭീര്യം നൽകാത്തത് എന്ന വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ഷിർക്കിനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. തൗഹീദുള്ള ആളുകൾ പോലും ഷിർക്കിനെ ഭയപ്പെടണം. ചെറിയ ഷിർക്ക് ആളുകൾ കാണാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് എങ്കിൽ
അതിനെ തൗഹീദുള്ള ആളുകൾ ഭയക്കേണ്ടതുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ബഹ്റുൻ ലാ സാഹില ലഹു, തീരമില്ലാത്ത കടൽ പോലെയാണ് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായാൽ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തോന്നലിൽ നിന്ന് പോലും നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഷിർക്കിൽ നിന്ന് തനിക്കും തൻ്റെ കുടുംബാംഗങ്ങൾക്കും കാവൽ തേടിയിട്ടുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും എത്ര വട്ടം കാവൽ തേടണം എന്നാലോചിച്ചു നോക്കുക. രണ്ടാമത്തേതായി അള്ളാഹു പറയുന്നത് വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഒരു നഫ്സിനെയും വധിക്കാൻ പാടില്ല. അവൻ ഹിന്ദു ആയിക്കൊള്ളട്ടെ ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ ആരെയും വധിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. ഇസ്ലാം നിരോധിക്കുകയാണ്, ഒരു നഫ്സിനെയും കൊല്ലാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ വിഷയത്തിൽ ഒരാളെയും കൊല്ലരുത് എന്ന് പറയുമ്പോൾ ഈ അടുത്ത് കേരളത്തിൽ നടന്ന ഒരു സംഭവമുണ്ട്. കൂട്ടമായി നമ്മൾ മർദ്ദിച്ചു കഴിഞ്ഞാൽ അവനെ മരണപ്പെട്ടാൽ പോലും ശിക്ഷ ഉണ്ടാവുകയില്ല, നമ്മെ പോലീസ് പിടിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷഹബാസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ മുസ്ലിമീങ്ങൾ കൂടി അവനെ കൊലപ്പെടുത്തിയപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം എവിടേക്കാണ് ഉമ്മത്തിൻ്റെ പോക്ക് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, യുവാക്കളെ മനസ്സിലാക്കേണ്ടത് എല്ലാ നഫ്സിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വമൻ യഖ്തുൽ നഫ്സൻ, ഒരു നഫ്സിനെ വധിക്കുകയാണെങ്കിൽ കഅന്നമാ ഖതലൻ നാസ ജമീഅ, എല്ലാ ആളുകളെയും എല്ലാ മനുഷ്യന്മാരെയും കൊന്നവന് തുല്യമാണ് ഒരു നഫ്സിനെ വധിച്ചവൻ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേതായി വലാ തസ്നു, സിനയിലേക്ക് വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ വ്യഭിചാരം ചെയ്യാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വലാ തഖ്റബു സിന, സിനയിലേക്ക് അടുക്കരുത് എന്നാണ്. നോട്ടം പാടില്ല, സംസാരങ്ങൾ പാടില്ല. അങ്ങനെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന എന്തൊക്കെയുണ്ടോ ആ മാർഗങ്ങളെല്ലാം ഇസ്ലാം അവിടെ അടച്ചു വെക്കുന്നുണ്ട് എന്നാണ്. എത്ര ആളുകളാണ് ഇത്തരത്തിൽ സിനയിൽ ഏർപ്പെട്ടുകൊണ്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങൾ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കൃത്യമായ ബന്ധത്തിലൂടെയല്ല ഇതൊക്കെ നടക്കുന്നത് എങ്കിൽ, ഇസ്ലാം പറഞ്ഞ പ്രക്രിയയിലൂടെയല്ല ഈ പറയുന്ന മോശത്തരങ്ങളൊക്കെ നടക്കുന്നത് എങ്കിൽ തിരിച്ചറിയണം ഒരു പരീക്ഷണങ്ങൾ, ഒരുപാട് രോഗങ്ങൾ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത്, ഇന്ന് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നത് ഇസ്ലാമിൻ്റെ കൽപ്പനകളെ മുഖവിലക്കെടുക്കാത്തത് കൊണ്ടാണ്. നാലാമത്തേതായി പറയുന്നത് വലാ തസ്രിഖു, നിങ്ങൾ മോഷ്ടിക്കാൻ പാടില്ല എന്നാണ്. നിങ്ങൾ മോഷ്ടിക്കാൻ പാടില്ല. സ്കൂളിൻ്റെ അവസ്ഥകൾ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്ര ചെറിയ മക്കളാണ് മോഷ്ടിക്കുന്ന ആളുകളായി മോഷണത്തിനു വേണ്ടി മുതിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ നാട്ടിൽ 4ഓളം മോഷണങ്ങൾ നടത്തിയത് മുസ്ലിം കുട്ടികളാണ്. മുസ്ലിം കുട്ടികൾ പള്ളികളിൽ കയറി മോഷണം നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പള്ളിയിൽ CCTV ക്യാമറ വെക്കുന്നുണ്ട് എന്നത് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത്. പള്ളിയെപ്പോലും ബഹുമാനിക്കാത്ത ഒരവസ്ഥ, പള്ളിയെപ്പോലും ആദരവോടുകൂടി കാണാത്ത അവസ്ഥ, പള്ളിയിൽ വന്ന് പള്ളിയുടെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ആ സ്ഥലത്ത് വന്ന് ഒരാൾക്ക് മോഷ്ടിക്കണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഏതൊരു മനസ്ഥിതിയിലാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത് എന്നാണ്, എന്തൊരു മനസ്സാണ് ആ മനുഷ്യൻ്റേത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് കുട്ടികൾക്ക് കൃത്യമായ ഗുണപാഠങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട്. ഗ്രഹണമെന്ന് പറയുമ്പോൾ വളരെ പേടിയോട് കൂടിയിട്ടാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാവിധമുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രഹസ്യത്തിലും പരസ്യത്തിലും എല്ലാ അവസ്ഥകളിലും അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അവൻ്റെ കൽപ്പനകൾക്ക് മഹത്വം കൽപ്പിക്കുന്ന, അവൻ്റെ നിരോധനങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുന്ന അവൻ്റെ ഇഖ്ലാസുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.